പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിന്റെ വചനങ്ങൾ ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ ദൈവം തരുന്ന സാവകാശങ്ങൾക്കായി നന്ദി പറയുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സസ്നേഹം സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വാക്യം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുവിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ദൗത്യത്തിനായി അയക്കുകയും അവർ അഭിമുഖീകരിക്കേണ്ട വെല്ലുവിളികളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. സാക്ഷ്യത്തിനായി പോകുമ്പോൾ കൈമുതലായിരിക്കേണ്ട പ്രമാണങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുക്കുകയാണ്. ദൗത്യ നിർവഹണത്തിൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമാകണം. ഏതെങ്കിലും ഒന്ന് മാത്രമാകരുത്. കുരുട്ടുബുദ്ധി, കുറുക്കുവഴികൾ, കലങ്കിത സ്വഭാവം തുടങ്ങിയവ ക്രിസ്തുവിന്റെ ദൗത്യ നിർവഹണത്തിന് സഹായകരമല്ല. സുബുദ്ധി, നൈർമല്യം മുതലായവ ക്രിസ്തു ശിഷ്യന്മാർ മുറുകെ പിടിക്കണമെന്ന് ഇവിടെ നമ്മളെ മനസ്സിലാക്കി തരുന്നു. ഒന്നാമതായി നമ്മൾ കാണുന്നത് വെല്ലുവിളികളെ കുറിച്ചാണ്. ക്രിസ്തു ശിഷ്യർക്ക് ദൗത്യ നിർവഹണത്തിൽ എതിർപ്പും വിദ്വേഷവും പീഡനവും മരണവും നേരിടേണ്ടി വരും. ക്രിസ്തുവിന്റെ ദൗത്യത്തിൽ പങ്കാളികളാകുന്നവർ യേശുവിന് നേരിട്ട അനുഭവങ്ങളിലും പങ്കാളികളാവണം. യേശുവിന് നേരിട്ട അനുഭവങ്ങളിലും പങ്കാളികളാകണം. സ്വയം സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ആടുകളെ പോലെ ചെന്നായ്ക്കളുടെ നടുവിൽ യേശു മനുഷ്യരെ അയക്കും. ദൗത്യ നിർവഹണത്തിൽ വിശ്വസ്തരായിരിക്കുവാൻ വില നൽകേണ്ടി വരും. പ്രിയരെ, സാത്താന്റെ അധീനതയിലുള്ള ലോകം ദൈവരാജ്യ മൂല്യങ്ങളെ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കും. പിളർപ്പും എതിർപ്പും സ്വന്തം കുടുംബത്തിൽ തന്നെ അനുഭവപ്പെടും. എന്നാൽ എതിർപ്പും ഉപദ്രവവും മരണവും നേരിടേണ്ടി വരുമെങ്കിലും യേശുവിനോടുള്ള ബന്ധവും വിശ്വസ്തതയും അവർ വിലയേറിയതായി കരുതും. ശിഷ്യത്വത്തിന്റെ ഭാഗമാണ് സ്വന്തം കുരിശു വഹിക്കുന്നതും സ്വയം പരിത്യജിക്കുന്നതും. ഇതിൽ കൂടി യേശുവിന്റെ അനുഭവത്തോട് ഒരുവൻ താതാത്മ്യപ്പെടുകയാണ്. രണ്ടാമതായി പ്രതിഫലം. വെല്ലുവിളികളുടെയും പീഡനത്തിന്റെയും നടുവിൽ ക്രിസ്തു ശിഷ്യർ ഭയപ്പെടാനിടയാകരുത്. കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നാം പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. നിസാരമെന്ന് കരുതുന്ന ചെറിയ കുരുകിലുകളെ പോലും സംരക്ഷിക്കുന്നവനായ ദൈവം അവിടുത്തെ വിശ്വസ്ത സാക്ഷികളെ ഭദ്രമായി പരിരക്ഷിക്കും എന്ന് നാം അറിയണം. ഒരു കുരുകിൽ എവിടെയാണെന്ന് ദൈവം അറിയുന്നുവെങ്കിൽ അതിലധികം തന്റെ മക്കളെയും അവരുടെ അവസ്ഥയെയും ദൈവം വ്യക്തമായി അറിയുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ആംഗ്ലിക്കൻ മിഷനറിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് എന്ന ആ വ്യക്തി ഒരു ഇടവകയിൽ ശുശ്രൂഷയിലായിരുന്നപ്പോൾ ക്ഷയരോഗബാധിതനായി. തികഞ്ഞ ദൈവാശ്രയത്തോടെ വേല ചെയ്ത ആ ശുശ്രൂഷകൻ രോഗത്തിന്റെയും വാർദ്ധക്യത്തിന്റെയും അവസ്ഥയിൽ തന്റെ കടൽപ്പുറത്തുള്ള ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. ചില നാളുകൾ കൂടെ മാത്രമേ ആയുസുള്ളൂ. എമ്മാവൂസിലേക്ക് ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന യേശു തന്നോടുകൂടെയും നടക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ് തന്നോട് കൂടെ. ആ അവാച്യമായ അനുഭവത്തിൽ നിന്നും അദ്ദേഹം എഴുതിയ പാട്ടാണ് കൂടെ പാർക്ക നേരം വൈകുന്നില്ല എന്ന് തുടങ്ങുന്ന ഗാനം. ദൗത്യത്തിനായി വിളിച്ചയക്കുന്ന കർത്താവ് ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെയുണ്ട്. പ്രിയരെ, അതുകൊണ്ട് ദൗത്യത്തിനായി നമ്മളെ വിളിച്ച ദൈവം, നമ്മളെ അയക്കുന്ന ദൈവം വെല്ലുവിളികളെക്കുറിച്ച് ബോധ്യമുള്ളവനും നമ്മളെ നിരന്തരം ശക്തീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമെന്നറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച വലിയ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളെ വിളിച്ചതിനൊരു ലക്ഷ്യമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ടാണ് അവിടുന്ന് ഞങ്ങളെ വിളിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും വൃഥാവായിട്ടല്ല അവിടുന്ന് വിളിച്ചത്. ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഒരു ദൗത്യത്തിനായിട്ടാണ് വിളിച്ചത്. ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ ആയുസ്സിൽ ലഭിക്കുന്ന സമയം അതിനായി ഉപയോഗിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ.
എന്ന് പ്രാർത്ഥിക്കും. ഇന്ന് ഈ പ്രഭാതയാമത്തിൽ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ. ക്ഷീണിതരായിരിക്കുന്നവരെ ബലപ്പെടുത്തണമേ. മാനസികമായി ഭാരങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആനന്ദവും സന്തോഷവും നൽകണമേ. അവിടുത്തെ നാമം സകലത്തിലും മഹത്വമെടുക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, മഹത്വമാണ് യേശുവിൻ നാമത്തിൽ